2023 ജനുവരി 30 നടത്തിയ പ്രസംഗത്തിനിടെ എൻഡിഎക്കൊപ്പം കൂടുന്നതിലും ഭേദം മരണമാണെന്ന് നിതീഷ് കുമാർ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. ഈ പരാമർശം ഒരു വർഷം തികയും മുൻപേയാണ് 2024 ജനുവരി 28 രാജ്ഭവനിലെത്തി നിതീഷ് കുമാർ രാജിക്കത്ത് നൽകുന്നത്. താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെന്നും രാജിവെക്കുന്നുവെന്നുമായിരുന്നു മഹാസഖ്യത്തിൽ നിന്നുമുള്ള മാറ്റത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പരാമർശം. ബീഹാറിലെ രാഷ്ട്രീയ രംഗത്ത് പൽത്തൂറാം എന്നറിയപ്പെടുന്ന നിതീഷ് കുമാർ BJP പക്ഷത്തു നിന്ന് RJD പക്ഷത്തേക്കും തിരിച്ചുമുള്ള യാത്രയിലാണ്. ഒടുവിലത്തെ കൂറുമാറ്റത്തിനു പിന്നാലെ നിതീഷ് കുമാർ ഓന്തിരെ പോലെയാണെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. 4 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ അവസരവാദിയെന്നും നിലപാടില്ലാത്ത നേതാവെന്നും തുടങ്ങി നിരവധി പട്ടങ്ങൾ നിതീഷ് കുമാർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്നും രംഗബോധമില്ലാത്ത കോമാളിയാവുകയാണ് നിതീഷ് കുമാർ. നമ്മൾ നേതാവിന്റെ എന്തൊക്കെ കളികൾ കാണണം. ഇന്നലെ വരെ കോൺഗ്രസിന് ജയ് വിളിച്ച് നടന്നവർ ഇന്ന് BJPയുടെ കാൽ കഴുകിയ വെള്ളം കുടിക്കുന്നു. ഇപ്പറഞ്ഞത് ഒരു ഉപമ മാത്രം. പറഞ്ഞു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽ തൊട്ട് വന്നിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ കുറിച്ചാണ്. ബീഹാറിലെ നവാഡയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ വേദിയിൽ വെച്ചാണ് നിതീഷ് കുമാർ മോദിയുടെ കാൽ തൊട്ട് വന്നിച്ചത്. ഏകദേശം 25 മിനിറ്റോളം നീണ്ട പ്രസംഗത്തിൽ BJPയെ പുകഴ്ത്തിയ നിതീഷ് പാർട്ടിക്ക് 4000 MP-മാരുടെ പിന്തുണ ലഭിക്കുമെന്നും പറഞ്ഞു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 543-ൽ 400 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന BJP ലക്ഷ്യം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു നിതീഷിന്റെ ഈ പ്രസംഗം. ഇതിനു പിന്നാലെ നിതീഷ് കുമാറിന്റെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. സത്യം പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് NDA മുന്നണിയിലേക്ക് കൂടുമാറിയതിന് പിന്നാലെ നിതീഷ് കിട്ടിയ അവസരങ്ങളിലെല്ലാം BJPയെയും മോദിയെയും പൊതുവേദികളിൽ പുകഴ്ത്തി രംഗത്തു വരാറുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം നിതീഷ് കുമാറിന്റെ പ്രസംഗം ഏറെ നേരം നീണ്ടതോടെ സദസ്സിലുള്ളവരെല്ലാം അക്ഷമരായാണ് ഇരുന്നത്. എന്നാൽ സാവധാനം എഴുന്നേറ്റ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗം മികച്ചതായിരുന്നുവെന്നും തനിക്ക് പറയാനായി ഒന്നും ബാക്കി വെച്ചില്ലെന്നുമാണ് പറഞ്ഞത്. എന്നാൽ നിതീഷിന്റെ പ്രസംഗത്തിനിടെ ബിജു ജനതാദൾ നേതാവ് വിജയ് കുമാർ ചൗധരി വാച്ചു നോക്കുന്നതും നിതീഷിനോട് രഹസ്യമായി പ്രസംഗം അവസാനിപ്പിക്കാൻ പറയുന്നതും കാണാമായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ പലതവണയാണ് തന്റെ മോശം പരാമർശങ്ങളിലൂടെയും നാക്കുപിഴകളിലൂടെയും നിതീഷ് കുമാർ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. നേരത്തെ സ്ത്രീകളുടെ ഗർഭധാരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും അതിനെ വിദ്യാഭ്യാസവുമായി ബന്ധിപ്പിച്ചതും വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. കൂടാതെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു ദർബാർ സെക്ഷനിടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഒരാൾ പരാതി ഉന്നയിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രിയെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ നിതീഷ് കുമാർ പറഞ്ഞതും വിവാദമായിരുന്നു. അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് നിതീഷ് കുമാർ തന്നെയാണെന്നതായിരുന്നു വിരോധാഭാസം. ഏതായാലും BJPയിൽ എത്തിയതോടെ തന്റെ പ്രസംഗം സൂക്ഷ്മതയോടെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. കാരണം നാക്കുപിഴയെങ്ങാൻ സംഭവിച്ചാൽ കോൺഗ്രസ് അവർക്ക് കിട്ടിയ അവസരം വേണ്ട വിധത്തിൽ മുതലാക്കുമെന്ന് നേതാവിന് നന്നായിട്ടറിയാം. ബീഹാറിൽ NDA മുന്നണിയുടെ ഭാഗമായാണ് നിതീഷ് കുമാർ ഇന്ന് ജനവിധി തേടുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിലെ ആവേശം സഖ്യത്തിന് ഇപ്പോൾ കാണാനില്ലെന്നതാണ് കൗതുകം. കഴിഞ്ഞ കാലങ്ങളിലെ നിതീഷിന്റെ മോശം പ്രതിച്ഛായ BJPയെ കൂടി ബാധിക്കുമോ എന്നാണ് ചില കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്ന ആശങ്ക. ഇതിനോട് കാൽ തൊട്ടു വന്നിച്ച സംഭവ വികാസം കൂടി കൂട്ടി വായിക്കുമ്പോൾ ആശങ്കയ്ക്ക് വകയുണ്ടെന്നാണ് വിലയിരുത്തൽ.